ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതേപോലെയുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ നമ്മളെല്ലാവരും തന്നെ വീടുകളിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ പല പല ആവശ്യങ്ങൾക്കായിട്ട് കിച്ചണിൽ ഇങ്ങനത്തെ പാത്രങ്ങൾ ഉപയോഗിക്കാറുണ്ടായിരിക്കും. ബാക്കി വന്ന ഫുഡ് ഐറ്റംസൊക്കെ ഫ്രിഡ്ജിൽ വെക്കാനും അതേപോലെ തന്നെ സ്നാക്സ് ഇട്ട് വെക്കാനൊക്കെ ആയിട്ടും പലരും ഇങ്ങനെയുള്ള പാത്രങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. ഇങ്ങനത്തെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ നമ്മൾ കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ നിറമൊക്കെ മങ്ങിയിട്ട് പഴയതുപോലെ ആവാറുണ്ട്. അതേപോലെ തന്നെ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അതിലിങ്ങനെ പശ പോലെയുള്ള ഇതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ കറകളും ഒക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ചെറിയൊരു ചൂടുണ്ടായാൽ മാത്രം മതി. ഇനി അതിലേക്ക് കുറച്ച് ലിക്വിഡ് ഡിഷ് വാഷ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കേണ്ട പാത്രങ്ങൾ ഇതിലൊന്ന് മുക്കി വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമുക്കൊരു 15 മിനിറ്റ് വെച്ച് കൊടുക്കണം. നമ്മുടെ പാത്രങ്ങളിൽ സൺഫ്ലവർ ഓയിലിൻ്റെ കറയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പോയി കിട്ടും. അപ്പോൾ ഞാൻ ഇതേപോലെ മുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ഇടയ്ക്ക് നമ്മളൊന്ന് നോക്കിയിട്ട് ഈ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ വെള്ളം ആവുന്ന രീതിയിലൊന്ന് ആക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് ഞാനൊരു 15 മിനിറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ച് എല്ലാ ഭാഗവും ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കാം. ഇപ്പോൾ ഇത് നല്ലോണം തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇതിലുണ്ടായിരുന്ന ചെറിയ ചെറിയ പാടുകളൊക്കെ പോയിട്ട് നല്ലോണം തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വ്യത്യാസമുണ്ട് എന്നുള്ളത്. നല്ല പോലെ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല പഴയ പാത്രങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ കഴുകിയെടുത്ത് കഴിഞ്ഞാൽ നല്ലോണം തന്നെ വൃത്തിയായി കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തതായിട്ട് കാണിക്കുന്നത് ഇതേപോലെയുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ചെറുതായിട്ട് മഞ്ഞക്കറയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നല്ലോണം തന്നെ അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്തെടുക്കാനുള്ള മറ്റൊരു മെത്തേഡാണിത്. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഈ മിക്സ് നമ്മുടെ പാത്രത്തിലാക്കി കൊടുക്കാം. മഞ്ഞക്കറയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതുകൊണ്ട് പോയി കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രം മുഴുവനായിട്ടും ഈ പേസ്റ്റ് നല്ലോണം തേച്ച് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ അടപ്പിലും തേച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് മുഴുവനായിട്ടും ഞാൻ ആ പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രബ്ബർ വെച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഉരച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ ഇത് നല്ലോണം തന്നെ ക്ലീൻ ആയിട്ടുണ്ട്. ആദ്യത്തേതിനേക്കാളും നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരു പഞ്ഞക്കറയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ലോണം തന്നെ പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതേപോലെയുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പോലെ തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം വെക്കാനായിട്ട്. ഇനി ചില പാത്രങ്ങളൊക്കെ നമ്മൾ തുടച്ച് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാലും അതിനുള്ളിലൊരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും. നമ്മൾ അച്ചാറും അങ്ങനെയുള്ളതൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ അതിൽ ശരിക്കും അച്ചാറിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടായിരിക്കും. ഇതൊക്കെ പോയി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാത്രം നല്ലോണം വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് വെയിലത്ത് വെക്കുക. വെയിലത്ത് വെച്ച് കഴിഞ്ഞാലും ഇതിലുള്ള ബാഡ് സ്മെല്ലൊക്കെ പോയി നല്ല സ്മെല്ല് കിട്ടും. അതേപോലെ തന്നെ പിന്നെ നമുക്ക് വെയിലൊന്നും കൊള്ളിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ പാത്രങ്ങളിലേക്ക് കുറച്ച് ടിഷ്യൂ പേപ്പറോ ന്യൂസ് പേപ്പറിൻ്റെ പീസോ ഈ ഒരു രീതിയിൽ ചുരുട്ടിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഒരു ദിവസം 2 ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാലും ഈ പാത്രങ്ങളിലുള്ള മണമൊക്കെ പോയി നല്ല ഫ്രഷ് സ്മെല്ലായി കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതേപോലെയുള്ള പ്ലാസ്റ്റിക് ബോക്സസ് ഒക്കെ എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിലിങ്ങനെ വാഷറുള്ള ടൈപ്പാണ്. ഇതിൻ്റെ അടപ്പിൽ ഇങ്ങനെ വാഷർ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വാഷറിൻ്റെ ഇടയിൽ അഴുക്കൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പാത്രങ്ങളിൽ നമ്മൾ കറികളോ അല്ലെങ്കിൽ മറ്റെന്ത് ഫുഡ് ഐറ്റംസ് ആക്കി കഴിഞ്ഞാലും ഈ അടപ്പെടുത്ത് ആദ്യം തന്നെ അടയ്ക്കുന്നതിന് പകരം ഇതേപോലെ ഒരു ക്ലീൻ ഫിലിം വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ക്ലീൻ ഫിലിം ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുത്താലും മതി. അല്ലെങ്കിൽ അലുമിനിയം ഫോയിലൊക്കെ യൂസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ അടപ്പിട്ട് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാത്രം ഒന്ന് മറിഞ്ഞാൽ പോലും നമ്മുടെ അടപ്പിൽ ഒന്നും തന്നെ ആവില്ല.
പിന്നീട് നമ്മൾ ഈ പാത്രം തുറന്നിട്ട് അതിൽ നിന്നും കറി എടുക്കുന്ന സമയത്ത് അടപ്പിലൊട്ടും തന്നെ ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ വാഷറിലൊന്നും ഒട്ടും തന്നെ അഴുക്കാവില്ല. നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വളരെയധികം എളുപ്പമായിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. താങ്ക്